പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. ആദ്യമായി ഞാൻ ക്ഷമ ചോദിക്കുകയാണ് സാക്ഷ്യം പറയാൻ വൈകിയതിന്. എൻ്റെ പേര് റോഷ്നി. ഞാൻ ശാന്തിപുരം മരിയനാട്, തിരുവനന്തപുരം അതിരൂപതയിൽ നിന്ന് ശാന്തിപുരം മരിയനാട് ഇടവയിൽ നിന്നാണ് വരുന്നത്. ഞാൻ സാക്ഷ്യം പറയാൻ നിൽക്കുന്നത് ഉടമ്പടി വഴി എനിക്ക് ഒരുപാട് ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് അമ്മ മാതാവ് തന്നിട്ടുണ്ട്. ഒന്നാമതായി എൻ്റെ മൂത്ത മകന് ഡൗൺ സിൻഡ്രോമാണ്. അവന് കാഴ്ചയ്ക്ക് -3 എന്നാണ് ഡോക്ടേഴ്സ്മാർ പറഞ്ഞത്. കണ്ണട വെക്കണമെന്നാണ് പറഞ്ഞത്. പക്ഷേ അവൻ ഒരു വിധത്തിലും അത് കണ്ണട വെക്കാൻ അവൻ സമ്മതിക്കത്തില്ലായിരുന്നു. അപ്പോൾ അത് ഞാൻ മാതാവിനോട് നിയോഗത്തിൽ വെച്ചിരുന്നു, മാതാവേ നീ എനിക്കിതിനൊരു സൊല്യൂഷൻ തരണം. കാരണം ഈ കുഞ്ഞു മകൻ ഒരു കാരണവശാലും കണ്ണട വെക്കാൻ വേണ്ടിയിട്ട് സമ്മതിക്കുന്നില്ല. അങ്ങനെ കഴിഞ്ഞ വർഷം ഞാൻ ഇവിടെ അവൻ്റെ റുട്ടീൻ ചെക്കപ്പിന് വേണ്ടിയിട്ട് ഞാൻ നാട്ടിൽ വന്നിട്ട് ചെക്കപ്പ് ചെയ്തപ്പോഴത്തേക്കും പക്ഷെ ഇതുവരെയും അവൻ കണ്ണട വെച്ചിട്ടില്ല. ഡോക്ടേഴ്സ്മാർ ഐ സ്പെഷ്യലിസ്റ്റ് നോക്കിയിട്ട് പറഞ്ഞു, മോൻ ഇനി കണ്ണട വെക്കേണ്ട ആവശ്യമില്ല, അവൻ്റെ 2 കണ്ണും നോർമലാണെന്ന് പറഞ്ഞ് മാതാവ് അത് അങ്ങനെ എൻ്റെ മോനെ അനുഗ്രഹിച്ചു. രണ്ടാമത് എൻ്റെ മോൾക്ക് അലർജി മൂലം ശ്വാസമുട്ട് വരും സ്ഥിരമായിട്ട്. UK തണുപ്പിൻ്റെ പ്രശ്നങ്ങളും ഉണ്ട്. അപ്പോൾ സ്ഥിരമായിട്ട് അവൾക്ക് അലർജി തണുപ്പ് മൂലം എപ്പോഴും ഇങ്ങനെ ശ്വാസമുട്ടിൻ്റെ ബുദ്ധിമുട്ട്. അപ്പോൾ ഇവിടെ കാണിച്ച സമയത്ത് മോണ്ടെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടാബ്ലറ്റ് എൻ്റെ മോൾക്ക് സ്ഥിരമായിട്ട് ലൈഫ് ലോങ് കഴിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഉടമ്പടി നിയോഗത്തിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അമ്മ മാതാവ് അതും എൻ്റെ മോൾക്ക് രോഗസൗഖ്യം നൽകി. ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുക വഴിയും എൻ്റെ മോൾക്ക് രോഗസൗഖ്യം നൽകി. അവളിപ്പോൾ പൂർണ്ണമായി ആരോഗ്യമായിട്ടിരിക്കുകയും അവൾക്ക് യാതൊരു വിധത്തിലുള്ള ഒരു ടാബ്ലറ്റും സ്ഥിരമായി കഴിക്കേണ്ടതായി ഇല്ല എന്ന് ഡോക്ടർ പറയുകയും ചെയ്തു. മൂന്നാമതായി ഞാൻ UK പോയത് സ്റ്റഡിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ടീച്ചിങ് ആണ്. മാസ്റ്റേഴ്സ് ഇൻ എഡ്യൂക്കേഷൻ എടുക്കാനാണ് ഞാൻ അവിടെ പോയത്. എൻ്റെ ഈ കോഴ്സിൻ്റെ സമയത്ത് 20 മണിക്കൂർ എനിക്ക് ജോലി ചെയ്യാനുള്ള അനുമതി ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എത്ര ഞാൻ പ്രാർത്ഥിച്ചിട്ട് മാതാവ് എനിക്ക് ജോലി തരുന്നില്ല. ഏതെങ്കിലും ഒരു ചെറിയൊരു ജോലിയെങ്കിലും മാതാവ് നീ എനിക്ക് തരണേന്ന് പറഞ്ഞ് ഞാൻ എന്നും കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ കുഞ്ഞുങ്ങളുണ്ട്, ഹസ്ബൻഡ് ഫുൾ ടൈം വർക്കിലാണ്. പക്ഷേ എനിക്ക് ജോലി ചെയ്യാനുള്ള സാഹചര്യം 1-2 ദിവസം പോയിട്ടല്ലാതെ എനിക്കത് പറ്റുന്നില്ലായിരുന്നു, ആ പോയ ജോലിക്ക് പോലും. എന്നിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് എൻ്റെ പ്രൊഫഷൻ അനുസരിച്ചുള്ള ഒരു ജോലി നീ എനിക്ക് തരണമേ എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞു. എനിക്ക് ഫുൾ ടൈം വർക്ക് ചെയ്യാൻ സമയമായപ്പോൾ അമ്മയോട് ഞാൻ ലൈറ്റ് ക്യാമ്പിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് ജൂലൈ 3 എന്ന് പറഞ്ഞൊരു ഡേറ്റ് ഇട്ട് ഞാൻ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് അമ്മ മാതാവ് എനിക്ക് എൻ്റെ ടീച്ചിങ്ങിൻ്റെ, ഞാൻ ഇവിടെ നാട്ടിൽ എന്ത് ജോലിയാണ്, കിൻഡർ ഗാർഡനിൽ ടീച്ചറായിരുന്നു ഞാൻ, ആ ജോലി തന്നെ എനിക്ക് തന്ന് മാതാവ് എന്നെ അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ എൻ്റെ മോന് ഹിയറിങ്ങിൻ്റെ പ്രശ്നവും ഉണ്ടായിരുന്നു. അവന് ഹിയറിങ്ങിന് ഇടത്തെ ചെവിക്കും പ്രശ്നം ഉണ്ടായിരുന്നു. ഹിയറിങ്ങിൻ്റെ ബാലൻസ് കേൾവി കുറവ് ഉണ്ടായിരുന്നു. പക്ഷേ അതും മാതാവ് ഈ തവണ ഞാൻ വന്ന് ചെക്ക് ചെയ്ത സമയത്ത് അതും മാതാവ് സുഖപ്പെടുത്തി എൻ്റെ മോന് ഹിയറിങ്ങിനും നോർമലാക്കി തന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന് അനുഗ്രഹിച്ച് എൻ്റെ അമ്മ മാതാവിന് 1000 നന്ദി പറയുന്നു. ഒരു കാര്യം മറന്നുപോയി, എൻ്റെ 3ാമത്തെ കുഞ്ഞിന് 21 ആഴ്ച ആയപ്പോഴത്തേക്കും വളർച്ച കുറവുണ്ടെന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് സ്കാൻ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ UK നിന്ന് നാട്ടിൽ വന്നിട്ട് ഞാൻ അച്ഛനെ കണ്ട് കൈവെപ്പ് ശുശ്രൂഷയിൽ പ്രാർത്ഥനയിൽ ഞാൻ അച്ഛനോട് കാര്യം പറയുകയും അച്ഛൻ എനിക്ക് സെയ്ത്ത് പൂശി പ്രാർത്ഥിക്കുകയും വിശ്വാസ പ്രമാണം ചൊല്ലി എന്നോട് വയറിൽ തേക്കാനും പറഞ്ഞു. പിറ്റേ ദിവസം 30-ാം തീയതി ഞാൻ സ്കാനിങ്ങിന് പോയപ്പോൾ 24-ാമത്തെ ആഴ്ചയായിരുന്നു മോന്. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞ് സ്കാനിങ്ങിൽ പറഞ്ഞ് ഒരു കുഴപ്പമില്ല, കുഞ്ഞ് പൂർണ്ണ ആരോഗ്യമായിട്ടിരിക്കുന്നു, പൂർണ്ണമായിട്ടുള്ള വെയിറ്റും അതായത് ആ വീക്കിനനുസരിച്ചുള്ള വെയിറ്റും കുഞ്ഞിനുണ്ടെന്ന് പറഞ്ഞു ഡോക്ടേഴ്സ്മാർ സ്കാനിങ് റിപ്പോർട്ട് തന്നു. അങ്ങനെ മാതാവ് എനിക്ക് എൻ്റെ മോനെ പൂർണ്ണ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ എനിക്ക് ജന്മം നൽകുവാനും എൻ്റെ മാതാവ് അനുഗ്രഹിച്ചു. അങ്ങനെ ചെറുതും വലുതുമായ ഒട്ടനവധി അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിന് 1000 നന്ദി പറയുന്നു. കാരുണ്യ പ്രവൃത്തികളെന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ നാട്ടിലെ അമ്മയ്ക്ക് ചെറിയൊരു ദശാംശം പോലെ ഞാൻ അമ്മയ്ക്ക് അയക്കുമായിരുന്നു. അമ്മയോട് ഞാൻ പറയുമായിരുന്നു, അമ്മ ഞങ്ങളുടെ അടുത്തൊരു കുഞ്ഞു മക്കളെ നിർത്തി അതായത് അനാഥരായ കുഞ്ഞു മക്കളെ നിർത്തി ഇത് ചെയ്യുന്ന ഒരു ഇതുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ ചെറിയ രീതിയിൽ കാശ് കൊടുക്കുകയും അങ്ങനെ അവരെ സഹായിക്കുകയും ചെയ്യുമായിരുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ വാട്സപ്പിൽ ലൈവിൽ വരുന്ന എല്ലാ ശുശ്രൂഷകളും സാക്ഷ്യങ്ങളും ഞാൻ ഷെയർ ചെയ്യുകയും പിന്നെ ഞാൻ വർഷത്തിൽ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ വർഷം തോറും ഞാൻ ഇവിടെ വന്ന് എൻ്റെ ഉടമ്പടി ഞാൻ പുതുക്കുകയും ചെയ്യും. ആ സമയത്ത് കിട്ടുന്ന പത്രം ഞാൻ തിരിച്ചു പോകുന്നതിന് മുന്നേ തന്നെ
ഞാൻ അത് പ്രേക്ഷിത പ്രവർത്തനം പോലെ ഞാൻ എല്ലാവർക്കും വിതരണം ചെയ്തിട്ടാണ് പോകുന്നത്. പിന്നെ എൻ്റെ പേഴ്സണൽ ലൈഫിൽ കുടുംബ പ്രാർത്ഥന എല്ലാ ദിവസവും ഉണ്ട്. പക്ഷേ പേഴ്സണലായിട്ട് എനിക്ക് ഒരു ജപമാല കംപ്ലീറ്റ് ചെയ്യാൻ പോലും എനിക്ക് കഴിയത്തില്ലായിരുന്നു. പക്ഷേ ഇന്ന് എനിക്ക് ഒരു ദിവസം മിനിമം എൻ്റെ ഈ ജോലി തിരക്കിനിടയിൽ പോലും എനിക്ക് ഒരു ദിവസം മിനിമം ഒരു 7 ജപമാലയെങ്കിലും അമ്മ മാതാവിന് എനിക്ക് സമർപ്പിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ബൈബിൾ വായനയും പിന്നെ ഒരുപാട് വചനത്തിലൂടെ കർത്താവ് എന്നോട് സംസാരിക്കാനും എനിക്ക് അതിനുള്ള അനുഗ്രഹവും കർത്താവ് എനിക്ക് തന്നിട്ടുണ്ട് അമ്മ മാതാവ് വഴി. ഇതൊക്കെയാണ് എൻ്റെ ലൈഫിൽ എനിക്ക് ചേഞ്ചസ് ഉണ്ടായത് ഇവിടെ.